നമസ്കാരം. വേദനയും നിസ്സഹായതയും കണ്ണീരും നിറയുന്നതാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് കേട്ട ആ വാർത്ത. പിശ ചോദിച്ച് വീട്ടിലെത്തിയ 82-കാരിയെ മർദ്ദിച്ച് പണം കവർന്ന സംഭവം ക്രൂരവും നീചവുമെന്നല്ല, അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമെന്ന് തന്നെ പറയണം. വലിയ സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിലാണിത് നടന്നതെന്നത് നമ്മെ നാണം കെടുത്തുന്നു. അമ്മയുടെയും മുത്തശ്ശിയുടെയും പ്രായമുള്ള ഒരു വനിതയുടെ നേർക്കായിരുന്നു 2 പേരുടെ ക്രൂരത. ഓരോ വീട്ടിലും കയറി പിശ യാചിക്കേണ്ട സങ്കടാവസ്ഥയിലെത്തിയ ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും നീചകൃത്യമാണ് അവിടെയുണ്ടായത്. അത് ചെയ്തവരിലെ ഒരാൾ ഒരു സിവിൽ പോലീസ് ഓഫീസറാണെന്നത് ഈ സംഭവത്തിന് കൂടുതൽ ഗൗരവം നൽകുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇത്തരം ക്രൂരതകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുമൊക്കെ ബാധ്യസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തതെന്ന് നമ്മുടെ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമാവുകയാണ്. ഇരുവരും മദ്യപിക്കുന്നതിനിടെയാണ് വയോധിക എത്തിയത്. ഗേറ്റ് തുറന്ന വയോധികയെ 10 രൂപ നോട്ട് കാണിച്ച് വീടിനുള്ളിലേക്ക് വിളിക്കുകയായിരുന്നു. പണം വാങ്ങാനെത്തിയ ഇവരെ വീടിനുള്ളിലേക്ക് വലിച്ചു കയറ്റിയ പ്രതികൾ വാതിലടച്ച് മടിയിലുണ്ടായിരുന്ന 352 രൂപ ബലമായി പിടിച്ചെടുത്തു എന്നതാണ് പരാതി. നിലവിളിച്ചപ്പോൾ മുതുകിൽ അടിക്കുകയും തുടർന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് തള്ളുകയും ചെയ്തു. നിലവിളി കേട്ട് പരിസരത്തുള്ളവരെത്തി പ്രതികളെ തടഞ്ഞുവെച്ച് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വയോധികയുടെ പരാതിയിൽ ഇരുവർക്കുമെതിരെ പണാപഹരണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിവിൽ പോലീസ് ഓഫീസറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇതിനിടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വയോധികയെ സ്വാധീനിച്ച് മൊഴി മാറ്റാൻ ശ്രമം നടത്തുന്നതായി പോലീസ് സംശയിക്കുന്നു. നടപടികൾ അതിന്റെ വഴിക്ക് പോകട്ടെ. ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ലിത്. ഒരു പാവം വയോധികയ്ക്ക് പിശ യാചിച്ചു കിട്ടിയ സമ്പാദ്യം കവരാനും അവരെ മർദ്ദിക്കാനുമൊക്കെ തോന്നുന്ന ആ മാനസികാവസ്ഥയെ പേടിക്കേണ്ടിയിരിക്കുന്നു. അവർ ഈ സമൂഹത്തിന്റെ പ്രത്യാശാ വെളിച്ചം കെടുത്തുന്നവരാണ്. ജീവിതത്തിന്റെ നിർഭാഗ്യങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഓരോ വീട്ടിലും കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ സമൂഹത്തിന്റെ ഇറ്റുകരുതലെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ? സമൂഹത്തിലെ പുഴുക്കുത്തുകൾ എന്ന് തന്നെ പറയാവുന്ന ഇത്തരക്കാർ കൂടുതൽ ഗൗരവമുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യില്ലെന്നതിന് എന്താണ് ഉറപ്പ്? രോഗാതുരമായ പ്രായത്തിൽ ഭിക്ഷാടനത്തിന് ഇറങ്ങേണ്ടി വരുന്നവരോട് കാണിക്കേണ്ട അടിസ്ഥാന മര്യാദയും മനുഷ്യത്വവും മറക്കുന്നവർ മാപ്പർഹിക്കുന്നതേയില്ല. സ്വന്തം അമ്മയോ മുത്തശ്ശിയോ ഈ സങ്കട സാഹചര്യത്തിൽ എത്തേണ്ടി വന്നിരുന്നെങ്കിലോ? ചെയ്യുന്ന ജോലിയുടെ മഹത്വം തിരിച്ചറിയുന്ന ബഹുഭൂരിപക്ഷം പേരിൽ കൂടി കളങ്കം വീഴ്ത്തിക്കൊണ്ട് പോലീസ് സേനയിലുള്ള ചിലർ കുറ്റകൃത്യങ്ങളുടെയും ക്രൂരതയുടെയും വഴിയിൽ സഞ്ചരിക്കുന്നത് കേരളത്തെ ഞെട്ടിക്കുന്നു. നിർബാധം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇത്തരക്കാർ നിയമപാലന ചുമതല വഹിക്കുന്നുവെന്നത് അങ്ങേയറ്റം ആശങ്കയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. മനുഷ്യപ്പറ്റിന്റെ ആ കാക്കിക്കുപ്പായം ഇത്തരക്കാർക്ക് അണിയാനുള്ളതല്ല. അമ്മയുടെയോ അമ്മുമ്മയുടെയോ പ്രായമുള്ളവർക്കു നേരെ കയ്യോങ്ങുന്നവർ സമൂഹത്തിന്റെ മാത്രമല്ല കാലത്തിന്റെ തന്നെ ശാപമാണ്. ഇത്തരം നിർഭാഗ്യ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ഈ നാടിന് ബാധ്യതയുണ്ട്. ഇവർക്ക് വേണ്ട പരിരക്ഷയും പരിഗണനയും നൽകുന്നതിൽ നാം എത്ര ശ്രദ്ധിക്കുന്നുണ്ടെന്ന ചോദ്യം ഒരിക്കൽ കൂടി സമൂഹത്തിന് മുന്നിൽ ഉയരുകയും ചെയ്യുന്നു.